നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോഹവിലയാണല്ലോ. നമ്മൾ രക്ഷപ്പെട്ടു സോദി. അതെ, മാണിക്യമംഗലത്തുകാരുടെ ഔദാര്യമായി ഇത് കാണണം. അമ്മോ, അതിങ്ങോട്ട് ഇതെന്താ? ഞാൻ ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളതൊന്ന് വായിച്ചു നോക്ക്. ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് തന്നെയാണ്. എന്താ ഇത്? മംഗലശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 25% ഷെയർ നിങ്ങൾ വാങ്ങിയതിന്റെ ഡോക്യുമെന്റ്സ്. അതിന്റെ കൂടെ മറ്റൊന്നുകൂടി, ഷെയർ മടക്കി തന്ന് പണം കൈപ്പറ്റിക്കൊള്ളാമെന്നുള്ള കരാറും. പിന്നെ ഷെയർ നിലനിർത്താനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല. നീ എന്താടാ കളിയാക്കുന്നോ? 4 കാശെടുക്കാനുള്ള പ്രാപ്തി ഉണ്ടോടാ നിനക്ക്? എന്ത് കണ്ടിട്ടാടാ നീ എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങളുടെ ഈ അഹങ്കാരം കണ്ടിട്ട് തന്നെയാണ്. സ്വാതി, അമ്മുവിന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി ഇവർക്ക് കൊടുക്കുക. നിങ്ങളുടെ 25% ഷെയറിന്റെ പ്രോഫിറ്റ്. അവസാന മാസങ്ങളില് ഓഹരിയിൽ ഇടിവ് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനത് കാര്യമാക്കുന്നില്ല. നിങ്ങൾക്കിത് വാങ്ങാതിരിക്കാനാവില്ല. കാരണം നിങ്ങൾക്കിത് അവകാശപ്പെട്ടതാ. ഞങ്ങൾക്ക് ആരുടെ ഒരു ഔദാര്യവും വേണ്ട. ഓൺലി ബിസിനസ്. നിങ്ങൾക്കിത് ലാഭമോ? മുംബൈയിലെ വർമാജിയെ വിളിച്ച് പറ, സഞ്ജയ് പണിക്കർ ബിസിനസ് പഠിച്ചത് ഇഞ്ചിക്ക് കള പറിക്കാനല്ലെന്ന്. അതെന്ത് പോക്ക ദക്ഷമേ? ദക്ഷമ വലിയ സ്വപ്നം കേട്ട് കൊണ്ടുവന്ന ഫയൽ മംഗലശ്ശേരിയിൽ അലമാരയിൽ വെച്ച് പൂട്ടാനുള്ളതല്ല. പിടി. ഇനി നിങ്ങൾക്ക് ഈ കുടുംബത്തെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. സകല മാലിന്യങ്ങളും പുറന്തള്ളിയിട്ട് ഒരു ശുദ്ധികലശം നടന്ന കാര്യമൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. കാർമികത്തിന് ചന്ദ്രബിംബം മറയ്ക്കാം കുറച്ചു സമയത്തേക്ക്. അധിക സമയം കാർമികത്തിന് ചന്ദ്രനെ മറയ്ക്കാനും ആവില്ല. ഒരു കാറ്റിലതങ്ങ് പാറിപ്പോവും. അപ്പോഴും ചന്ദ്രൻ അവിടെ തെളിഞ്ഞു തന്നെ നിൽക്കും. നീ വാചകമൊക്കെ എവിടെ പഠിച്ചടി? അതിന്റെ ക്രെഡിറ്റും എന്റെ മുത്തശ്ശിക്കാം.
അവരെത്തിയിട്ടുണ്ട്. മൂസ് തിരുമേനി രാവിലെ എന്നെ വിളിച്ചിരുന്നു. ഏതോ VIP മനയിൽ ട്രീറ്റ്മെന്റിന് വരുന്നുണ്ടത്രേ. അപ്പോ ആശ മാത്രമാണോ വരുന്നത്? വകയിലെ ആശയുടെ ഒരു ആങ്ങള കൂടെ ഉണ്ടെന്ന്. അവര് വന്നു വെച്ച ആ, നമസ്കാരം. നമസ്കാരം. വാ ഇരിക്ക്. ഇരിക്ക്. ഇരിക്കെ. അല്ല, ഗോവിന്ദ് വന്നില്ലേ? അവനിന്ന് ഹോസ്പിറ്റലിൽ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു. ഇദ്ദേഹം ഇതെന്റെ വല്യമ്മയുടെ മകനാ. ഞാൻ ഉത്തമൻ, മിലിറ്ററിക്കാരനാ. താമസം അങ്ങ് പട്ടാമ്പിയില്ല. ഞാൻ പ്രഭാചന്ദ്രൻ, സഞ്ജുവിന്റെ ഫാദറിലോ. ആ, നിങ്ങളെ പറ്റിയൊക്കെ പെങ്ങള് പറഞ്ഞിരുന്നു. മകള് മനയിൽ ട്രീറ്റ്മെന്റിലായിരുന്ന സമയത്ത് ഞാനവിടെ വന്നിരുന്നു. ആ മോളാ ഇത്. പട്ടാമ്പിലാണോ ഭാര്യ വീട്? ഞാൻ കോണിക് ബാച്ചിലറാണ്. സുഖം സമാധാനം. അതെന്താ വിവാഹം വേണ്ടെന്ന് വെച്ചത്? ഉത്തമന്റെ ഭാഷയെ പറഞ്ഞ ചേരുന്ന ഒരു പെങ്കൊച്ചിനെ കിട്ടാത്തതാ കാര്യം. പെങ്ങളെ, ഇതങ്ങ് കൊടുക്ക്. ആ ഇന്ന മോളെ, അല്ലെ ഇതെന്താ? കുറച്ച് മധുരപലഹാരങ്ങളാ. ശ്രീകുട്ടിക്ക് വേണ്ടി വാങ്ങിയതാ. ഇതിനൊന്നും കാര്യമില്ലായിരുന്നു അമ്മ. എന്റെ സന്തോഷത്തിനാണെന്ന് മോള് കരുതിയാ മാത്രം മതി. പിന്നെ ആ പെൺകുട്ടിയുടെ സ്ഥലത്തൊക്കെ ഞാൻ അന്വേഷിച്ചിരുന്നു. അവരുടെ ബന്ധുക്കളൊക്കെ സിറ്റിയിൽ എവിടെയോ ഉണ്ടെന്നാണ് കേട്ടത്. അത് വിവാഹത്തിന് അവര് വേണ്ടതല്ലേ? അവൾക്ക് അങ്ങനെ ബന്ധുക്കൾ ആരുമില്ല. അവളുടെ ബന്ധുക്കള് ഞങ്ങളൊക്കെ തന്നെയാ. അങ്ങനെ പറഞ്ഞ എങ്ങനെ? ഉത്തമൻ അത് വിട്ടേക്ക്. നിങ്ങളിരിക്കും, ഞാൻ പോയി ചായ എടുക്കാം. ആശപങ്ങളെ, രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമൊന്നും ലോകത്തില്ല. അവൾക്ക് 2 ആങ്ങളമാരുണ്ട്. അമ്മ 2ആണെങ്കിലും അച്ഛൻ വഴിയുള്ള ബന്ധമാ. കല്യാണത്തിന് സ്വീകരിക്കാൻ സഹോദരൻ വേണ്ടേ? ഉത്തമനെ അരവിന്ദേട്ടൻ അയച്ചത് വിവാഹം നടത്താൻ വേണ്ടി കൂടെ നിൽക്കാനാ, മുടക്കാനല്ല. ഇതൊക്കെ ഞങ്ങൾ മുമ്പേ പറഞ്ഞ് തീരുമാനിച്ച കാര്യങ്ങളാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.